നല്ല പടമാണ്, നല്ല പടമാണ്. രക്ഷിക്കാതെ തകർത്തു, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലോകേഷിന്റെ ഡയറക്ഷൻ അവിടുന്ന് പക്കയായിട്ട് കാണാം. ഓരോ സീനും പക്കയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാം സെറ്റാണ്. ഇനി സെക്കൻഡ് ഹാഫിന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇതുവരെ ഓക്കെയാണ്, ഇനി അങ്ങോട്ടേക്കുള്ളതിലാണ് നമുക്ക് നോക്കേണ്ടത്. സൗബിൻ വിഷയം കേട്ടോ. സൗബിന്റെ ആക്ടിംഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമല്ല, അത് ഇവിടെ ആയാലും നല്ല അടിപൊളിയായിട്ട് പുള്ളി കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. സൗബിന് അടിപൊളി, ഡാൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും. സെക്കൻഡ് ഹാഫ് വെയിറ്റ് ചെയ്തു. പാട്ടൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. ആ സോങ് ഒക്കെ മോണിക്ക പാട്ടൊക്കെ സ്ക്രീനിക്കാർക്ക് വെറൈറ്റി അടിപൊളിയായിട്ടുണ്ട്. ലോകേഷ് രജനികാന്തിന്റെ ഒരു മാസ് ആറിപ്പല്ല, ലോകേഷ് കനരാജിന്റെ ഒരു ഡയറക്ഷൻ മൂവി പറയാം. ലോകേഷിന്റേതായ ഒരു പടം ആവശ്യമില്ല, ലോകേഷിന്റെ സ്റ്റൈൽ രജനികാന്ത് പടം നല്ലൊരു ഇതായിരുന്നു. സ്റ്റഫ് കൊള്ളാം, കണ്ടിരിക്കാം. പറഞ്ഞ പോലെ പ്ലോട്ട് മാത്രം ബിൽഡ് ചെയ്ത ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണണം. സൗബിൻ മച്ചാൻ കലക്കി. അത് മാത്രമല്ല, നാഗാർജുന ആണെങ്കിലും രജി സാർ ആണെങ്കിലും ഈക്വൽ റോളാണ്. ഇതിൽ ആരെ ബെറ്റർ ചോദിച്ചാൽ നമ്മൾ പൊഴിക്കും. ഫസ്റ്റ് ഹാഫിൽ അമ്മാരി പെർഫോമൻസ് ആണ് പറയാനില്ല. അനിരുദ്ധിന്റെ മ്യൂസിക് ആണ് മെയിൻ ഫാക്ടേഴ്സ്. ഇതിലൊന്നില്ല മെയിൻ ഫാക്ടർ. പടം കുഴപ്പമില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് എന്താ പറയാ, കുറച്ച് ആക്ഷൻ സീനുകളും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പൂജ ഹെഗ്ഡെയുടെ ഒരു ഐറ്റം ഡാൻസ് പാട്ടൊക്കെ കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് അത് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് മദ്യത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഒപ്പം തന്നെ മദ്യം കുടിച്ചുകൊണ്ടുള്ള ചില സീനുകളും ഒക്കെ, ആ സെഗ്മെന്റുകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ എന്താണ് ഒടുവിൽ പടം പറഞ്ഞു വെക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എന്തായാലും ഒരു പകരം വീട്ടൽ പക ഇതൊക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പടം. സൗബിനെ സംബന്ധിച്ച് നമുക്ക് മലയാളികൾക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യമാണല്ലോ. സൗബിൻ നല്ലൊരു പ്രതീക്ഷയായി തമിഴിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക് വരും എന്നൊരു ഗ്യാരണ്ടിയാണ്. രജനീകാന്ത് നാഗാർജുന പിടിച്ചു വെക്കുന്നത് പറഞ്ഞാല് എക്സ്പെക്ടേഷൻ അല്ല, പക്ഷെ പടം നീറ്റാണ്, നല്ല പടമാണ്. ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് ഇൻഫർമേഷൻ അങ്ങനെ ഒന്ന് ആക്കി വെച്ചിരിക്കും. സെക്കൻഡ് ഹാഫ് ഉണ്ടാകും പറ്റി പറയാനുള്ളത്. അടിപൊളി പടമാണ്. നമ്മൾ വെയിറ്റിംഗ് ആയി. സെക്കൻഡ് ഹാഫിന് നമ്മൾ വെയിറ്റിംഗ് ആണ്. കാണേണ്ട പടമാണ് നമ്മൾ സെക്കൻഡ് ഹാഫ്. ഇതുവരെ നല്ല പ്രതീക്ഷ. നമ്മൾ സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ് ആണ്.